ഡയലോഗ് പറഞ്ഞില്ല. എന്ത് ഡയലോഗ് പറഞ്ഞത്? എന്ത് ഡയലോഗ് പറഞ്ഞേ? പസി പസിക്കതപ്പ ഒന്നുകൂടി പറഞ്ഞേ. പസിക്കത അപ്പ പസിക്കതപ്പ. ഇപ്പൊ ഒരു 50 വയസ്സ്. സിനിമയിൽ ഒറ്റ മിഠായി കഴിച്ചോ? വാഴ കണ്ടായിരുന്നോ? സിനിമ വാഴ കണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ട? അതിലാരെ ഇഷ്ടപ്പെട്ട വാഴയില്? ഹാഷറിനെ മറ്റേ സിനിമയിൽ ആരെയും കൂടുതൽ ഇഷ്ടം? എന്നെ തന്നെ. നക്കി തിന്ന നക്കി തിന്ന നക്കി തിന്ന തിന്ന മുഴുവ തിന്ന മുഴുവ തിന്ന മുഴുവ. നമസ്കാരം. ഉയർ എന്ന സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഒരു കുട്ടിത്താറാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. മിത്ര സഞ്ജയ്. മിത്തുകുട്ടി, എന്താ വിശേഷം? കൊള്ളാം. ആ സിനിമയൊക്കെ ചേച്ചി കണ്ടായിരുന്നു. അടിപൊളി എന്നിട്ടാ സിനിമയില്. അതിലുണ്ടല്ലോ, സിനിമയിൽ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമയില് ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞ സിനിമ കണ്ടപ്പോ? അത് അമ്മേന്റെ പറഞ്ഞ അമ്മ പറഞ്ഞു കൊള്ളാന്ന്. കൊള്ളാന്ന് പറഞ്ഞാ? അപ്പൊ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ടീച്ചർ എനിക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു. എന്ത് ഗിഫ്റ്റ് തന്നേ? യൂണിക്കോണിന്റെ ബുക്ക്, കളറിംഗ് ബുക്ക്. കളറിംഗ് ബുക്കാ? എന്നിട്ട് കളറിംഗ് ബുക്കിൽ കളറൊക്കെ ചെയ്താ? ആണോ? അപ്പൊ ദേ അപ്പുറത്ത് ഇതേ മിത്രക്കുട്ടിയുടെ അമ്മ ഇരിക്കുന്നുണ്ട്. അപ്പൊ സന്ധ്യ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ മോളോട് ചോദിച്ചപ്പോ അവളുടെ ചെറിയൊരു നിഷ്കളങ്കതയിലാണ് മറുപടി പറഞ്ഞത്. അപ്പൊ എങ്ങനെയായിരുന്നു ഉയർന്ന സിനിമയിലോട്ടൊക്കെ വന്നത്? അത് ഓഡിഷൻ വഴിയാണ് ഉയരിലേക്ക്. അതിന്റെ ഓഡിഷൻ ഓ നീ അല്ലെ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, ഇവിടെ ഒരാളെ നേരത്തെ എന്തോ 2-3 ഇന്റർവ്യൂലൊക്കെ പറയുന്ന കേട്ടായിരുന്നു. അവളിരുന്ന് ഒന്നും പറയണില്ല, ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കുമ്പോ ഒന്നും പറയണില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ നിന്ന് ചോദിക്കട്ടെ, മിത്തുകുട്ടിയോട് ചോദിക്കട്ടെ, എങ്ങനെയായിരുന്നു ഈ സിനിമയ്ക്ക് വന്നത്? ഓഡിഷൻ വഴി. ആണോ? ഓഡിഷൻ വഴി. അപ്പൊ ഓഡിഷൻ വന്നപ്പോഴേ എന്താണ് ആദ്യം ചെയ്യാൻ പറഞ്ഞേ? ഓഡിഷനില് ആദ്യം ചെയ്തത് കുളിപ്പിക്കുന്ന ഇതായിരുന്നു. പിന്നെ അതിട്ട് എന്ത് ചെയ്തു? കുളിപ്പിച്ച് ആ ഷൂട്ടിന്റെ സമയത്ത് കാര്യം പറഞ്ഞു. ഓഡിഷൻ ചെന്നപ്പോ ചിരിക്ക്, വിഷമം കാണിക്കാനൊക്കെയാണ് പറഞ്ഞേ. ആണോ? അപ്പൊ എന്താ കാണിച്ചത്? അവൾ ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോ എന്താ കാണിച്ചത്? ആദ്യം നോക്കിട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞാ? എന്നിട്ട് ഇഷ്ടമുള്ള പോലെ ചെയ്താ? ആണോ? അപ്പൊ ശരിക്കും ഇതുപോലെ തന്നെയായിരുന്നു ഓഡിഷൻ. എങ്ങനെ ഉണ്ടായിരുന്നു ഓഡിഷൻ? അവള് ശരിക്കും പറഞ്ഞ ഓഡിഷൻ ടൈമില് ആദ്യത്തെ ദിവസം പത്മകുമാർ സാർ ഉണ്ടായിരുന്നില്ല ഓഡിഷന്റെ ടൈമില്. അപ്പൊ നമ്മള് ചെന്നപ്പോ അവര് ഫോണില് ഫോണിലാണല്ലോ എടുക്കുന്നത്. മോള് ചിരിക്കൂ, ഒന്ന് വിഷമം കാണിക്കൂ, കരഞ്ഞെന്നൊക്കെ പറയുമ്പോ ഇവള് അങ്ങനെ മര്യാദക്കൊന്നും കാണിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ വേറെ കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവള് മര്യാദക്കൊന്നും കാണിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇത് കിട്ടാനൊന്നും പോണില്ല, എന്തായാലും എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പായി. അപ്പൊ ഞാൻ നമ്മൾ ഇതിന്റെ ഓഡിഷന് പറഞ്ഞത് ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ സുധീഷൻ, പുള്ളി എന്റെ ഒരു ഫ്രണ്ട്. അപ്പം ആള് മറ്റേ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ഇട്ടേക്കണ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇതില് മോൾക്ക് പറ്റുമോ. അപ്പൊ ഇവക്ക് 3 വയസ്സേ അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം 4-5 years ഉള്ള കുട്ടീനെ വേണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറ്റുമോന്ന് ചോദിച്ചപ്പോ എന്നോട് വന്ന് നോക്കാന്ന് പറഞ്ഞു. ഞങ്ങള് ചെന്നപ്പോ ഇതൊക്കെയായിരുന്നു സംഭവിച്ചത്. കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ട് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോണ വഴി ഞാൻ പറഞ്ഞു ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തിക്കോന്ന് പറഞ്ഞു. കാരണം ഒന്നും ചെയ്തില്ല. കൊറേ പറഞ്ഞു അത് ചെയ്ന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു വൈകിട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ കാസ്റ്റിംഗ് ഡയറക്ടർ നമ്മളെ വിളിച്ചിട്ട് ആണോ? അപ്പൊ സെലക്ട് ആയി പറഞ്ഞപ്പോഴേ അവിടെ പോയപ്പോ ഒന്നും കാണിച്ചില്ലല്ലോ, പിന്നെ ഇങ്ങനെ സെലക്ട് ആയേ? അതെനിക്കറിയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ സെലക്ട് ആയി പറഞ്ഞപ്പോ സന്തോഷായ, ഹാപ്പി ആയാ? ആണോ? അപ്പൊ എന്താ ചെയ്ത? ഹാപ്പി ആയ സമയത്ത് തുള്ളിച്ചാടിയാ? എന്താ ചെയ്തേ? അങ്ങനെ കാണിച്ചല്ലേ? അപ്പൊ തുള്ളിച്ചാടിയാ? അമ്പോ അടിപൊളി. അല്ല, പെട്ടിയിൽ എന്താ പാക്ക് ചെയ്ത്? എന്തൊക്കെയായിരുന്നു പോയപ്പോ കൊണ്ടുപോയ പെട്ടിയില്? ഉടുപ്പൊക്കെ കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയാ? ചെരുപ്പൊക്കെ കൊണ്ടുപോയാ? ഈ ചെരുപ്പല്ല, വേറെ ചെരുപ്പ് എന്തെങ്കിലും കൊണ്ടുപോയാ? പക്ഷെ പണ്ട് ഇത് 3 വയസ്സായപ്പോ ഉണ്ടായിരുന്നു. ഇതുപോലെ വേറെ പുതിയതാ?
പുതിയ വരുമ്പോ അല്ലെ? അപ്പഴേ ആ സിനിമയിൽ കണ്ടപ്പോഴേ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ലല്ലോ, ഭയങ്കര മുഖമൊക്കെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ. വിഷമായ കണ്ടപ്പോ. മേക്കപ്പ് അല്ല, ആ ചേച്ചിയല്ലേ ചെയ്താന്ന്. ഞാനല്ല ചെയ്തത്. അതല്ലേ ഞാൻ ചോദിച്ചത്. അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല മിത്തുകുട്ടിക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടല്ലേ? ലിപ്സ്റ്റിക് ഇടാനൊക്കെ ഇഷ്ടല്ലേ? ഇപ്പൊ വന്നപ്പോ ലിപ്സ്റ്റിക് ഇടണമെന്നു കണ്ണൊക്കെ ഇതെന്നൊക്കെ പറഞ്ഞില്ലേ? കണ്ണൊക്കെ എഴുതണമെന്നൊന്നും പറഞ്ഞില്ലേ? അപ്പൊ വന്നപ്പോ ലിപ്സ്റ്റിക് ഇടണമെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ലിപ്സ്റ്റിക് ഇടണമെന്നല്ല. പിന്നെന്താ പറഞ്ഞേ? ആ ചേച്ചിക്ക് ലിപ്സ്റ്റിക് ഇടണമെന്നില്ല. അയ്യോ ഞാൻ വിചാരിച്ചേ മിത്തുകുട്ടിക്ക് ലിപ്സ്റ്റിക് ഇടണമെന്നാ വിചാരിച്ചത്. അപ്പൊ അവിടെ പോയപ്പോഴേ ഇങ്ങനെ മേക്കപ്പ് ഒന്നും ഇടാൻ കണ്ണൊന്നും എഴുതാൻ പറ്റാണ്ട് വിഷമായ. എന്താ വിഷമാവാതിരുന്ന? അങ്ങനെ ഫുള്ള് കറപ്പിച്ചിട്ടൊക്കെ ഉള്ളിലേക്കായിരുന്നു. ആ പിന്നെ അങ്കിള് എന്താ ഡയറക്ടറിനെ എന്താ വിളിച്ചിരുന്നവര്? പപ്പനങ്കിൾ. ആ പപ്പനങ്കിൾ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അങ്കിൾ എന്താ പറഞ്ഞെ അഭിനയിക്കാനൊക്കെ സിനിമയ്ക്കൊക്കെ ഇപ്പൊ ക്യാമറയുടെ മുന്നോട്ട് വെച്ചപ്പോ എന്താ പറഞ്ഞെ? എന്തൊക്കെയാ പറഞ്ഞെ? ചിരിക്ക്, സങ്കടപ്പെടാൻ. അങ്ങനെ പറഞ്ഞ അപ്പൊ ചിരിക്കെന്ന് പറഞ്ഞപ്പോ എന്താ കാണിച്ചിട്ടുണ്ടായിരുന്നെ? ചിരിക്കാൻ പറയുമ്പോ ഇങ്ങനെയാണോ? എങ്ങനെ കരയാൻ പറഞ്ഞപ്പോഴോ? കരയാൻ പറഞ്ഞപ്പോ എങ്ങനെ കരഞ്ഞത്? നാണാവുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഈ കുട്ടികളുണ്ടല്ലോ, എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടല്ലോ, മിത്തുകുട്ടിയുടെ ആ ഒരു ലാസ്റ്റ് സീനിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു കിട്ടും. ആ സീനിലൊക്കെ ശരിക്കും ഇപ്പൊ ആൾക്കാരൊക്കെ പറയുന്നത് മിത്രക്കുട്ടിയാണ് കരയിപ്പിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആണോ? നമ്മള് തിയേറ്റർ വിസിറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കുറെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പാലക്കാട്, കണ്ണൂര്, പിന്നെ ഇപ്പൊ കാലിക്കട്ട്, ഇവിടെ എറണാകുളത്ത് തന്നെ കുറെ സ്ഥലത്തൊക്കെ നമ്മള് പോയപ്പോ എല്ലാവരും മോളുടെ ഇത് കാണുമ്പോ എല്ലാവരും മിത്രക്കുട്ടി കരയിപ്പിച്ചിട്ടോ മിത്രക്കുട്ടി കരയിപ്പിച്ചിട്ടോ എന്ന് പറയുമ്പോ അതാണ് അവളി പറയുന്നത്. സിനിമ കണ്ടപ്പോഴേ ചേച്ചി സിനിമ കാണാൻ പോയപ്പോ ലാസ്റ്റ് കരഞ്ഞു. മുത്തുകുട്ടി ഇങ്ങനെ നിക്കുന്ന കണ്ടപ്പോ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അമ്മ എന്ന് പറയുമ്പോ അമ്മ എന്ന് പറയുമ്പോ പിന്നെ ഒരു ഡയലോഗ് പറഞ്ഞില്ല. എന്ത് ഡയലോഗ് പറഞ്ഞത്? എന്ത് ഡയലോഗ് പറഞ്ഞേ? പസി പസിക്കതപ്പ. ഒന്നുകൂടി പറഞ്ഞേ. പസിക്കതപ്പ. അടിപൊളി. അത് പറഞ്ഞപ്പോല്ലേ ചേച്ചി ഭയങ്കരമായിട്ട് കരഞ്ഞു. അവിടെ തിയേറ്ററിൽ പോയപ്പോ ഞാൻ സൈഡിലേക്കൊക്കെ നോക്കിയപ്പോ എല്ലാരും ഇന്ന് കരയായിരുന്നു അല്ലേ? അപ്പൊ മിത്തുകുട്ടി കരയിപ്പിച്ചു, ഞാൻ കരയിപ്പിച്ചു. എന്ന് ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ, ശരിക്കും പറഞ്ഞാൽ ഇവള് ഇത്രയും ചെറുതായിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു 4th ബർത്ത്ഡേ ആ സെറ്റിൽ വെച്ച് ആഘോഷം. അപ്പൊ 3 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4th ബർത്ത്ഡേ ആ സെറ്റിൽ വെച്ച് ആഘോഷം. അല്ല അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഇവള് ഇത്രയും നന്നായിട്ട് മിത്തുകൂട്ടി ചെയ്യും എന്ന് വിചാരിച്ചു സിനിമ സമയത്ത്? വിചാരിച്ചിട്ടേ ഇല്ല. അപ്പം കഴിഞ്ഞ ദിവസം പപ്പേട്ടനെ കണ്ടപ്പോ അദ്ദേഹം ഇങ്ങനെ, പത്മകുമാർ സർ, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മോളെ ഇങ്ങനെ എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സാറ് മോളെ സെലക്ട് ചെയ്തതെന്ന് പറയുമ്പോ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് സാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സാറ് മോളുടെ കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിക്കാന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. അഭിനയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അതിനൊരു ഇൻബോൺ ടാലന്റ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞത് ഇവള് നമ്മള് ഒന്ന് കരയുമോളെ ഒന്ന് വിഷമം കാണിക്കുക ചിരിക്കുന്നൊക്കെ പറഞ്ഞപ്പോ അവള് ചിരിക്കുന്നുണ്ടായിരുന്നു, വിഷമം ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ തോന്നിയില്ല, അദ്ദേഹത്തിന് അത് തോന്നി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അതാണ്, കുട്ടികളെ കൊണ്ട് നമുക്ക് അഭിനയിപ്പിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കാൻ അവർക്കൊരിതുണ്ടല്ലോ. ചില കുട്ടികൾക്ക് ആ ഒരു ഇൻബോൺ ടാലന്റ് ഉണ്ട്. അപ്പൊ സാറ് പറഞ്ഞത് മിഥുന ഒരു ഇൻബോൺ ടാലന്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ വേറൊരു കാര്യം ഇത് റിയൽ സ്റ്റോറി എന്ന് കൂടി കേട്ടപ്പോഴേ ഇത് ഭയങ്കരമായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇവരുടെ ഒരു സ്റ്റോറി, കുട്ടികളുടെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ അവസാനം കാണിക്കുന്നത്, അതായിരിക്കും റിയൽ. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചത് ഇത്ര റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സിനിമാറ്റിക് സ്റ്റോറി ഉണ്ടോ? അത് ഭയങ്കര, അത് ഇപ്പോ ഇതിന്റെ ഒറിജിനൽ പോലീസ് റോഷന്റെ ക്യാരക്ടർ പ്ലേ ചെയ്ത് അദ്ദേഹം, ഐ മീൻ റോഷൻ ക്യാരക്ടറാണ്, അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്തത് പോലീസുകാരൻ. പുള്ളീന്റെ പേര് അൻഷാദ് എന്നാണ്. അദ്ദേഹം ഇപ്പം CI ആണ്, CI ആയിട്ട്. അതെ, അപ്പൊ അദ്ദേഹത്തിനോട് കുറച്ചു നേരം സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. കുറച്ച് ആക്ച്വലി തിയേറ്റർ വിസിറ്റിനൊക്കെ പോയ സമയത്ത് അദ്ദേഹത്തെ കുറച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മള് അപ്പോഴാണ് സംസാരിച്ചപ്പോഴാണ് വേറെയും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പം ഈ ഒരു സ്റ്റോറി എന്താ പറയാ, അതായത് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ പറയുന്നത്, അതായത് ഇവരുടെ ഫാമിലി കാണിക്കുന്ന സ്റ്റോറി ഫുള്ള്. എന്റെ അമ്മേ അടിപൊളിയായിട്ട് ഇങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ടാ?
വിസിലടിക്കുന്ന കഴിവൊക്കെ ഉണ്ടല്ലേ? സൂപ്പർ ആണ് കേട്ടാ. ഇതൊക്കെ എവിടുന്നാ പഠിച്ചേ? കുഞ്ഞിലേയും ചെയ്യും. കുഞ്ഞിലും ചെയ്യൂലേ? ഇപ്പൊ ഭയങ്കര വലുതായ പോലെ. ഇപ്പൊ ഒരു 50 വയസ്സ്. അല്ല ഇതേപോലെ ഇനി എന്തൊക്കെ ചെയ്യാ? വിസിലടിക്കുന്ന പോലെ തന്നെ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാ? അല്ല വിസിലടിക്കുന്ന പോലെ വേറെ കാക്ക വരെ എങ്ങനെയാ? പൂച്ചയോ? ഡോഗ്? പിന്നെന്താ? ആന? എന്റെ അമ്മോ. അല്ല ഞാൻ ചോദിക്കട്ടെ, അവിടെ എന്താ പറയാ ഷൂട്ടിങ്ങിനൊക്കെ പോയില്ലേ? അവിടെ എന്തൊക്കെ കളിക്കാറ്? അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നില്ലേ? കൂടെ ഉണ്ടായിരുന്നില്ലേ അഭിനയിക്കാൻ വേണ്ടിട്ട്? ചേട്ടൻ്റെ കൂടെ എന്തൊക്കെ കളിച്ചത്? കളിച്ചു. പിന്നെ മറ്റേ വലിക്കുന്ന സാധനമില്ലേ, വലിച്ചോണ്ട് പോകണം. വലിച്ചോണ്ട് പോകുന്ന അത് സാധനം കൊണ്ട് ആട് കുത്തിയില്ലേ സിനിമേന്റെ സെറ്റിൽ വെച്ച? ആട് കുത്തിയാ? എന്താ പറ്റിയേ? അയ്യോ എന്താ പറ്റിയ? എന്താ ആടിന് പിന്നാലെ ഓടിയോ? ആടിന് പിടിച്ചു വലിച്ചാ? ചൊറിയാനല്ല പോയെ. പിന്നെന്താ ചെയ്തേ? എങ്ങനെ ആട് കുത്തിയെന്ന് പറ. അതിന് ചൊറിഞ്ഞപ്പോ തിരിച്ചു. അല്ലല്ല മിത്തൂട്ടി പറയണ എങ്ങനെയാ ആട് കുത്തിയേ? നമ്മൾ ഫ്രണ്ട്സ് അല്ല. ആട് എങ്ങനെയാ ആട് കുത്തിയത്? എന്താ അതിനെ പോയി ചൊറിയാൻ പോയിട്ടല്ലേ അത് ആട് കുത്തിയത്? അല്ല ചൊറിയാനല്ല. അല്ല ചൊറിയാന എന്താ ചെയ്തത്? ആടിന് ആട് എന്താ ചെയ്തത്? ആട് കുത്താൻ എന്താ? ഞാൻ മറ്റേ ചേട്ടൻ ചെയ്ത പോലെ ചെയ്തതാണ്. എന്താ ചെയ്ത ചേട്ടൻ? മുട്ടനാട് പോയിട്ട് മുട്ടനാട് ഉണ്ടായിരുന്നു അതിന് പോയിട്ട് എന്താ ചെയ്തേ? അവിടെ പോയിട്ട് ഞാനേ കുഞ്ഞാടായിരുന്നു ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ ചേട്ടൻ നോക്കിയപ്പോ അവിടെ ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഞാനും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ പോയപ്പോ എന്താ ചെയ്ത? പിടിച്ച് വലിച്ചാ? തൊട്ടതാ? തൊടാൻ പോയപ്പോ അപ്പഴത്തേക്കും അയ്യോ അമ്മേ. അപ്പൊ രക്ഷപ്പെട്ടൂല്ലേ ആടിന്റെ ഇതൊന്നും? ആടെങ്ങനെ കരയാ? പിന്നെ അല്ല നേരത്തെ പറഞ്ഞില്ലേ പിന്നെ എന്തൊക്കെയാ കളിച്ചത് അവിടെ പോയിട്ട്? ചേട്ടന്റെ കൂടെ എന്തൊക്കെ കളിച്ചേ? പിന്നെ അങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചോ? കളിച്ചല്ലേ? ഇല്ലേ? പിന്നെ ട്രെയിനിലൊക്കെ പോയിണ്ടായിരുന്നില്ലേ സിനിമയില്? എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിൽ പോയിട്ട്? ആദ്യമായിട്ടാണോ ട്രെയിനിൽ പോണേ? ആദ്യമായിട്ടാണോ? പണ്ടൊക്കെ കൊല്ലത്തേക്ക് പോകുമ്പോ പണ്ടൊക്കെ ട്രെയിനിൽ പോവായിരുന്നു. സിനിമയില് ട്രെയിനിൽ പോകാനൊക്കെ സന്തോഷമുണ്ട്. ഉണ്ടല്ലേ? പിന്നെ ഉണ്ടല്ലോ ആ സിനിമയിൽ ഒരു അച്ഛൻ ഉണ്ടായിരുന്നില്ലേ? അച്ഛനൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അല്ല എന്തൊക്കെ മിഠായി വാങ്ങിച്ചു തരും അവരൊക്കെ? വാങ്ങിച്ചു തരൂല്ലേ? മോളോട് ചോദിക്കണേ. എക്സ്പ്രഷൻ ക്യൂൻ ആണ് ട്ടോ. അത് വേണമെങ്കിൽ എടുത്തോളൂ. സൂം ചെയ്തെടുത്തോളൂ എക്സ്പ്രഷൻ ക്യൂൻ. ഇതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുള്ളൂ അല്ലേ? മിത്തുകുട്ടി ഇവിടെ സിനിമയല്ല ഇന്റർവ്യൂ. അതെ ഇത് പറ, മിഠായിക്ക് വാങ്ങിച്ചു തരുമോ അച്ഛൻ? സിനിമയിലെ അച്ഛൻ മിഠായി വാങ്ങിച്ചു തരുമോന്ന് ചോദിക്കണേ, അതിനുള്ള ഉത്തരം പറയൂ. സിനിമയിലെ അച്ഛൻ മിഠായി വാങ്ങിച്ചെന്നോ? ശ്രുതി ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ശ്രുതി ചേച്ചി ചേച്ചിയല്ല അമ്മ. അമ്മയാണല്ലേ? ഓ ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ? എന്ത് നേരത്തെ നമ്മൾ സംസാരിച്ച് പറഞ്ഞില്ലേ അഭിനയിച്ചവരൊക്കെ അമ്മമാരാണ്. അമ്മയായിട്ട് അഭിനയിച്ചവരെല്ലാം അമ്മമാരാണ് അവർക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്കൊരു പാട്ട് പാടിയാലോ? ഒരു പാട്ട് പാടി. എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അമ്മ എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? വാഴ കണ്ടായിരുന്നോ സിനിമ? വാഴ കണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ട? അതിലാരെ ഇഷ്ടപ്പെട്ടെ വാഴയില്? ഹാഷിറിനെ മറ്റേ ചേട്ടൻ. സിനിമ ഇഷ്ടപ്പെട്ട? ചേട്ടനെ ഹാഷിർ ചേട്ടൻ. ഹാഷിർ ചേട്ടനെ ഇഷ്ടപ്പെട്ടു. പിന്നെ പിന്നെ ഏത് പാട്ട്? ഒരു പാട്ട് കൂടി പാടുവോ? പാടിക്കോ. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിൽ കല്യാണം
കാക്കവളമ്പും ഉപ്പേരി പൂച്ചവളമ്പും പുൽശ്ശേരി നാക്കിൽ നീറ്റ ഇരുന്നോട്ട ആന വളമ്പും ചമ്മന്തി. ഓ അടിപൊളി കൊറേ പാട്ടറിയാലോ. ഇതൊക്കെ ആരാ പഠിപ്പിച്ചിരുന്നേ? ഒന്നും ടിവിയില് ഒന്നും അല്ലാതെ ഒന്നും ടിവിയില് അവനല്ലാതെ കാണൂലേ? പഠിക്കും. അതെ, സിനിമയിൽ ആരെ ഇഷ്ടം കൂടുതല്? മോഹൻലാലിനെ അതൊക്കെ അറിയോ? സിനിമയിലെ ആരെ ഇഷ്ടം? മിത്തുകുട്ടി അങ്ങനെയല്ല ചോദിച്ചത്. സിനിമ മോഹൻലാലിനെയാണോ മമ്മൂട്ടിനെയാണോ പിന്നെ ഹാഷിറിനെയാണോ? എന്റെ സിനിമയിൽ എന്നാ ശരി, ഓക്കെ. ഉയർ സിനിമയിൽ ഉയർ സിനിമയിൽ ആരെയാ കൂടുതൽ ഇഷ്ടം? എന്നെ തന്നെ. അതെന്താ അതെന്താ ബാക്കി ശ്രുതി അമ്മേനൊന്നും ഇഷ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ ശ്രുതി അമ്മേനെ ഇഷ്ടമാണ്, ഈ അമ്മേനെ ഇഷ്ടമാണ്. ഈ ഇന്റർവ്യൂ കുറച്ച് അലമ്പായിരിക്കും, അത് പഠിക്കരുത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഐസ്ക്രീം ആണോ ബിരിയാണിയാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടം. രണ്ടും ഇഷ്ടമാണോ? ഐസ്ക്രീം അല്ലേ കുറച്ച് കൂടുതൽ ഇഷ്ടം? അല്ല, ബിരിയാണി. ബിരിയാണിയാണ് ഇഷ്ടം. ആ, അമ്മയുടെ ബിരിയാണി ഇഷ്ടം. അതെന്താ അമ്മ നന്നായി ഉണ്ടാക്കുവോ ഭക്ഷണം? ബിരിയാണി ഉണ്ടാക്കി തരുമോ? അമ്മ ഉണ്ടാക്കണ ഏറ്റവും ഇഷ്ടം എന്താ ഭക്ഷണം? ബിരിയാണി. ബിരിയാണിയാണോ? ഓ, മിഠായി ഏതാ ഇഷ്ടം? മിഠായി ഏത് മിഠായി ഇഷ്ടം കൂടുതൽ? ഡയറി മിൽക്ക്. ഡയറി മിൽക്ക് ആണോ ഇഷ്ടം? ഡയറി മിൽക്ക് അല്ല, മറ്റേ വൈറ്റ് മിൽക്കി ബാർ. മിൽക്കി ബാർ ഇഷ്ടം. ആണോ? പിന്നെ കാർട്ടൂൺ ഒക്കെ ഏതാ ഇഷ്ടം? കാർട്ടൂൺ ടോം ആൻഡ് ജെറി. ടോം ആൻഡ് ജെറി ആണോ ഇഷ്ടം? ഗേൾസ്. ഗേൾസാ? അങ്ങനെ കാർട്ടൂൺ ഉണ്ടോ? പാട്ടല്ല, അല്ല, അങ്ങനെ കാർട്ടൂൺ ഉണ്ടോ? ഗേൾസ്. ഓ, ടോം ആൻഡ് ജെറിയിൽ ആരെയാ ഇഷ്ടം കൂടുതല്? ടോമിന്. ടോമിനാണ് ഇഷ്ടം? നമുക്ക് ജെറീനെ. അല്ല, ടോം ഭയങ്കര ജെറീനെ എപ്പോഴും ഉപദ്രവിക്കില്ലേ? അപ്പൊ ജെറിയല്ല പാവം. ഇവിടെ എല്ലാരും ഉപദ്രവിക്കും. വില്ലൻ കഥാപാത്രങ്ങളാണ് കൂടുതൽ ഇഷ്ടം. വരവിൽ ആരെയും അതെ, ആ, അത് ഞാൻ പറയാന്നിരിക്കുന്നു. അടുത്ത സിനിമ വരുന്നില്ലേ, വരവ്. വരവിൽ ആരെയും ഇഷ്ടം കൂടുതല്? ഇഷ്ടം കൂടുതൽ. ആണോ? അതെന്താ ഇഷ്ടം കൂടുതലാവാൻ കാരണം? കാരണം പിടി 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 എങ്ങനെ ഡാൻസ് കളിക്കും? ഭയങ്കര സെറ്റില് ഭയങ്കര കോമഡി ആയിരുന്നു ഇത്. അങ്ങനെയല്ല, മിത്തു, അഭിമന്യു, അഭി, പിന്നെ ഒക്കെ ആയിട്ട് ഭയങ്കര ഡാൻസുകൾ ഇതേപോലെ ഇങ്ങനെ. അതെനിക്ക് തോന്നുന്നു ഉയർന്ന മുൻപാണ് ഷൂട്ട് കഴിഞ്ഞാൽ. ഉയരാണ് ഫസ്റ്റ് മൂവി. സെക്കൻഡ് മൂവിയാണ് വരവ്. അപ്പൊ ആ സമയത്ത് ഭയങ്കര കമ്പനിയായിട്ട്, അഭിയായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അല്ല, അപ്പോഴേ ഈ സിനിമ കഴിഞ്ഞിട്ടേ അടുത്ത സിനിമയിലോട്ട് വരുന്ന സമയത്തെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ആ ഉയർന്നുള്ള സിനിമ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ക്യാരക്ടറിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? വരവിലത്തെ വരവിലെ ക്യാരക്ടർ അത് സർപ്രൈസ് ആണ്. പറയുമ്പോ സർപ്രൈസ് ആണ്. സർപ്രൈസ് അപ്പൊ പറയാൻ പാടില്ല അല്ലേ? ഇപ്പൊ മിത്തുകൂട്ടി മിത്തുകൂട്ടി ദേഷ്യപ്പെടാൻ പറഞ്ഞ ഇങ്ങനെ കാണിക്കാൻ മുഖം എക്സ്പ്രഷൻ കുറച്ചുകൂടി ദേഷ്യം. അടുത്ത ചോദിക്കട്ടെ, കരയാൻ പറഞ്ഞ എങ്ങനെയാ? വിഷമം പൊട്ടിച്ചിരിക്ക സൗണ്ടില് പൊട്ടിച്ചിരിക്കും. അടുത്തെന്താ പറയാ? കളിയാക്ക. ഇങ്ങനെ കളിയാക്ക. അങ്ങനെയാണോ കളിയാക്ക? ഇങ്ങനെയാണോ? ഇങ്ങനെ അയ്യേ. അല്ല, പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടാറുണ്ടല്ലോ അല്ലേ? നാണം എങ്ങനെയാ കാണിക്കുക? നാണം ഇങ്ങനെയാണോ നാണം? പിന്നെ മിത്തുകുട്ടി ഉണ്ടല്ലോ, മിത്തുകുട്ടി ഒരു ടീച്ചറാണെങ്കിൽ എങ്ങനെയാ മിത്തുകുട്ടി? ഞാൻ സ്റ്റുഡന്റ് ആണ് കേട്ടോ. അപ്പൊ ടീച്ചറാണ് മിത്തുകുട്ടി. അപ്പൊ എങ്ങനെയാ അഭിനയിക്കുക? അഭിനയിക്കില്ല, എന്നാ കാണിച്ചാ മതി. അവിടെ ഇരുന്ന് കാണിച്ചാ മതി. ടീച്ചർ എന്നെ അടിക്കരുത്. ടീച്ചറായ എനിക്ക് വലിയതാവുമ്പോ ടീച്ചറായ മതി.
ആണോ? വലുതാവുമ്പോ ടീച്ചറായ മതിയാ, ഇപ്പൊ ടീച്ചർ ആവണ്ട. അപ്പൊ ശരിക്കും പറഞ്ഞാലേ ഈ ഇപ്പൊ ഭയങ്കര നല്ല ആക്റ്റീവ് ആണല്ലോ ബിന്ദുക്കുട്ടി. അപ്പൊ ഇപ്പൊ സിനിമയിൽ ഇപ്പൊ അഭിനയിക്കുന്ന സമയത്ത് ഇവരെയൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്ത് ഇവരെ ഇമോഷൻസ് ഒക്കെ എപ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോ അവർക്ക് മൂഡ് ഔട്ട് ആവും. അപ്പൊ എങ്ങനെയാ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്? അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു? അപ്പോ ഇതിനകത്ത് ഇതാണ്, ഇവളീ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് ഓരോ സീൻ എടുക്കുന്നതിന് മുന്നേ ക്യാമറ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് ടെക്നിക്കലി അവർക്ക് നോക്കണമല്ലോ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് നിർത്തി. അപ്പൊ ഇവള് ഇങ്ങനെ കൊണ്ട് നിർത്തിയാൽ ഇവള് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനത്തെ പരിപാടികളാണ്. ഒന്നും അനങ്ങാതെ നിക്കില്ല. അനങ്ങാതെ നിൽക്കുന്ന പറയുമ്പോ നമുക്കൊരു ചിത്രം വരച്ചാലോ? എടുക്കട്ടെ, ബുക്ക് എടുക്കട്ടെ. ആരെ വരയ്ക്കാൻ പോണേ? ബുക്ക് എടുത്തു കൊടുക്കേ. മോള് ഇവിടുന്ന് വരച്ചോ, അപ്പൊ എന്നിട്ട് ചേച്ചീനെ വരച്ചോ. അപ്പൊ എന്നെ വരയ്ക്കണേ. അപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കട്ടെ. അപ്പൊ അതിനുള്ളിൽ വരയ്ക്കണേ എന്നെ, ഞാൻ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിണ്ടില്ല, അമ്മ മിണ്ടാലോ അല്ലെ? അമ്മ മിണ്ടിക്കോട്ടെ. അറിയാലോ. അപ്പൊ മോള് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് ഇവർക്ക് ഈ ക്യാമറമാൻ അദ്ദേഹം ഈ ക്യാമറ വെക്കുമ്പോഴും കാര്യങ്ങളും ഇവർക്ക് അനങ്ങാതൊക്കെ നമ്മൾ നിന്ന് കൊടുക്കണമല്ലോ. അനങ്ങാതൊക്കെ നിന്ന് കൊടുക്കണമല്ലോ. ഇവള് അതൊന്നും ഇല്ല. ഇവള് മറ്റേ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് എന്തൊക്കെയോ കാണിച്ച് ഇങ്ങനെയൊക്കെ നിക്കും. പക്ഷെ ആക്ഷൻ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവളൊരു ചേഞ്ചാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഞെട്ടിയൊരു കാര്യമാണ്. അത് പത്മകുമാർ സാറും പറഞ്ഞു ഇന്റർവ്യൂവിന്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹവും പറഞ്ഞു ഇതേപോലെ അവൾക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെയാണ് ഇൻബോൺ ടാലന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം. അല്ല, അത് ഞാൻ പറയാൻ തിയേറ്ററിൽ എനിക്ക് കണ്ടപ്പോ തോന്നിയത് ഈ സർപ്രൈസിങ് എലമെന്റ് ആയിരുന്നു. ശരിക്കും എനിക്ക് മുൻപേ ബിന്ദുക്കുട്ടിനെ അറിയാം. അതാണ് എന്റെ അടുത്ത് ഇങ്ങനെ ഇത്രയും കമ്പനിയായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അന്ന് എന്റെ കൂടെ ഭയങ്കര കമ്പനി അടിച്ചു. അപ്പൊ ഞാനും തിയേറ്ററിൽ വന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അവസാനത്തെ ഒരു സീനില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവർ രണ്ടുപേരും, ആ കുട്ടികൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ക്രൗഡ് നിൽക്കുന്ന സമയത്ത്, പോലീസ് സ്റ്റേഷനിൽ വരുന്ന സമയത്ത് ഈ കുട്ടികൾ വരുമ്പോൾ ഇവളുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. അതായത് ഇത്രയും പേരെ കാണുമ്പോ ഉള്ളൊരു അമ്പലം, അതൊക്കെ ഇത്രയും ചെറിയ പ്രായത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ആ സീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എടുത്ത് സ്പോട്ട് എഡിച്ചുണ്ടല്ലോ. അപ്പം എടുത്തു കഴിഞ്ഞിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററിലെ ഒരാളാണ് നിഖിൽ കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. നിഖിൽ അപ്പൊ നിഖിലേട്ടൻ എന്റെ അടുത്ത് ഇങ്ങനെ ഇത് എഡിറ്റ് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് എന്നോട് പറഞ്ഞു നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ലാപ്ടോപ്പിൽ ഇത് കാണിച്ചു തന്നു. അവര് സ്പോട്ടിൽ തന്നെ ഒരു മ്യൂസിക്കും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സീനിലേക്ക് വേണ്ടിട്ട്. അപ്പം കാണിച്ചതപ്പോ ശരിക്കും ഞാൻ ഓൺ സ്പോട്ട് ഞാൻ കരഞ്ഞുപോയി. അമ്മേനെ വെച്ചോണ്ടിരിക്കാണ്. അമ്മേനെ വരയ്ക്കാണല്ലോ. അപ്പൊ എന്നെ എപ്പോഴും വരയ്ക്കുക? അപ്പം സ്പോട്ടിന് ഞാൻ കരഞ്ഞുപോയി. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞ ആ ഒരു എക്സ്പ്രഷനൊക്കെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒന്നും നമ്മൾ എന്താ ചെയ്യണ്ടേന്ന് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആകെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഈ റിപ്പോർട്ടേഴ്സൊക്കെ ഇങ്ങനെ നിൽക്കും. ആ പത്രക്കാരൊക്കെ അവരെ ഇങ്ങനെ നോക്കണം, അവരെല്ലാരെയും നോക്കണേ മോളെ എന്നെന്തോ പറഞ്ഞു കൊടുത്തെന്ന് തോന്നുന്നു. അതല്ലാതെ ഇങ്ങനെ എക്സ്പ്രഷൻ കൊടുക്കണം എന്നോ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് അവള് ചെയ്തു കഴിഞ്ഞപ്പോ ശരിക്കും എല്ലാരും ഞെട്ടി. അതെ. അപ്പം ആ സെറ്റിലും ഒക്കെ പറയുന്നതായിരുന്നു. കാരണം ഇവള് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും പപ്പേട്ടനാണെങ്കിലും ശരി, ഇതിന്റെ ക്യാമറമാൻ അജയ് ചേട്ടൻ, അദ്ദേഹം ഒക്കെ ആണെങ്കിലും ശരി, എല്ലാരും അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവള് ടേക്ക് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാരണം ആ സ്പോട്ടിന് ആക്ഷൻ കേൾക്കുമ്പോഴാണ് അവള് ചെയ്യണത്. എന്താണോ ചെയ്യാനുള്ളത് അത് ആ ഒരു ആക്ഷൻ കേട്ട് കഴിയുമ്പോഴാണ് അത് ചെയ്യണത്. അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്കൊരു സർപ്രൈസിങ് ആയിരുന്നു ശരിക്കും. കാരണം ഈ ഓഡിഷന് പോയപ്പോഴും മര്യാദയ്ക്കൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ. ഇഷ്ടാണോ ചിത്രം വരയ്ക്കാൻ? ആണോ? സ്കൂളിലൊക്കെ വരയ്ക്കാറുണ്ടോ ചിത്രം? വരയ്ക്കാൻ തരുന്നില്ല, പഠിക്കാൻ ഇഷ്ടാണോ? സ്കൂളിൽ പോകാൻ ഇഷ്ടാണോ? ഒന്ന് കാണിച്ചു കൊടുക്കും അമ്മേ. അമ്മേനൊന്ന് കാണിച്ചു കൊടുക്ക. ഒരു കാതും കൂടെ വരയ്ക്കാറുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയായിരുന്നു. ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു നമുക്കത്. അവളത് ചെയ്തപ്പം ശരിക്കും ഓരോ സംഭവം, ഓരോ സീന് ചെയ്യുമ്പോഴും
ഞങ്ങള് ശരിക്കും സർപ്രൈസ്ഡ് ആവുകയാണ്. കാരണം ഇതിനകത്ത് ഇപ്പൊ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട്. ഇവരാണ് കൂടുതലുള്ളത്. അപ്പം അതിനകത്ത് ഇവർ ഈ ട്രെയിനിലിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ചേട്ടനും അനിയത്തിയും ഇങ്ങനെ ഇരിക്കുമ്പോ അതെ എന്താ പറഞ്ഞേ, എങ്ങനെയാ അഭിനയിച്ച ലേസ് വേണമെന്ന് പറഞ്ഞപ്പോ അല്ലേ? അല്ല, എന്താ അത് ഒരു ട്രെയിനിൽ വേറൊരു പയ്യൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവളത് പറയുന്നില്ല എന്താണ് അത് വേണം എന്നല്ല, അവള് കാണിക്കാണ് എന്ന് പറഞ്ഞ്. അപ്പൊ അത് ഒന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അത് ചെയ്യണത്. അത് ഭയങ്കര നമുക്കൊരു എന്ന് വെച്ചാൽ പറഞ്ഞിട്ടല്ല, അത് അവള് ആക്ഷനിലൂടെയാണ് കാണിക്കുന്നത്. അത് ഭയങ്കര ഒരു നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അയ്യോ ഇത് പറഞ്ഞു കൊടുക്കാതെ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു. എന്താ പറയാ, കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര നിഷ്കളങ്കത. അവർക്ക് ഈ പേടി എന്ന് പറഞ്ഞ സംഭവങ്ങളൊന്നുമില്ല. ബാക്കി വലിയ ആർട്ടിസ്റ്റുകൾ പോലെയല്ല. പിന്നെ അതുപോലെ നിങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്ന ആൾക്കാരാണ്, ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ എന്തായാലും ഒരു കഴിവെന്തായാലും കിട്ടാതിരിക്കില്ല. അപ്പൊ സന്ധ്യ മുൻപ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ ഏതൊരു സിനിമ ചെയ്തിട്ടുണ്ട്? ഞാൻ ആളൊരുക്കമാണ് അഭിനയിച്ച സിനിമ. പിന്നെ ആഡ്സ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്, ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഡബ് ചെയ്തിട്ടുണ്ട്. അല്ല അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഡബ് ചെയ്താ മോളുടെ സിനിമയില് 2 സിനിമയിലും അവള് തന്നെയാണ് ഡബ് ചെയ്തത്. അത് ശരിക്കും വലിയൊരു കാര്യം. അതെ അതെ, കാരണം ഉയർല് തമിഴ് ഡയലോഗ്സ് ആകില്ലേ, ഉയർല് തമിഴില് ഞാനും ഉയർന്റെ അമ്മയ്ക്ക് വേണ്ടത് അഭിന്റെ ഷോ കാണിച്ചായിരുന്നു. പക്ഷെ അത് ഉയർന്റെ ഡബിങ് കഴിഞ്ഞിട്ടാണ്, എന്നുവെച്ചാൽ എന്റെ കഴിഞ്ഞിട്ട് അമ്മ പോയിരുന്നു അവിടെ തന്നെ. എങ്ങനെ മൈക്കിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ ഡബ് ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നുവെച്ചാൽ ഇവിടെ ഇതിട്ടില്ല, അതിട്ടില്ല. ഇവിടെ മൈക്ക് വെച്ചിട്ട് എന്നെ ഒരു വലിയൊരു സ്ഥലത്തിൽ ഇരുത്തുക. എന്നിട്ട് അങ്ങനെയായിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത് ആ മൈക്കിന് മുന്നിൽ നിന്നിട്ട്? ഒന്ന് പറയോ ഒരു പ്രാവശ്യം കൂടി ഒരു ഡയലോഗ് പറഞ്ഞുതരോ? അമ്മ ഒരു ഡയലോഗ് കൂടിയില്ലേ? പിന്നെ മറ്റേത് മുഖത്ത് ആ എക്സ്പ്രഷൻ ഇപ്പോഴും വരുന്നുണ്ട് ആ ഡയലോഗ് പറയുമ്പോ. എനിക്ക് ഭയങ്കര വരച്ചു കഴിഞ്ഞാ അമ്മയെ വരച്ചു കഴിഞ്ഞാ നോക്കട്ടെ, ആ ക്യാമറയിൽ കാണിച്ചു കൊടുത്തോ? ക്യാമറയിൽ കാണിച്ചു കൊടുത്താലോ? ഈ വീഡിയോ ഈ ഇന്റർവ്യൂ കാണുന്ന ആൾക്കൊക്കെ കാണിച്ചു കൊടുത്ത അമ്മേനെ. എവിടെയാ എന്നെ വരയ്ക്കോ? ചേച്ചിനെ വരച്ച് കാണിച്ചിട്ട് ശരിക്കും ചേച്ചിയാ. അപ്പൊ എന്നാ കാണിച്ചു കൊടുത്തോന്ന് നോക്കട്ടെ. ചേച്ചിയല്ലേ? എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നാ മതി. എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് താ. കാണിച്ചതാ അമ്പോ ഇത് നോക്ക. മൂക്കുത്തി വരച്ചില്ലല്ലേ? ഓ മൂക്കുത്തി വരയ്ക്കട്ടെ. മൂക്കുത്തി വരച്ചിട്ടില്ല കുട്ടി. അതൊരു ചോട്ടുണ്ട്. അയ്യോ ഇങ്ങോട്ട് കാണിച്ചിട്ടേ. എങ്ങനെയുണ്ട് എന്നെ വരച്ചത്? സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? അമ്മേനെ പോലത്തെ അവൻ മിത്തുകുട്ടി ഇനിയിപ്പോ അടുത്ത വരവ് വരാൻ പോകുന്നുണ്ട് അല്ലേ സിനിമ? അപ്പൊ എന്തായാലും ഇത്രയും നേരം ഉണ്ടല്ലോ, കൊറേ നേരം അവളുടെ കുറുമ്പോളും കുട്ടികളുടെ നിഷ്കളങ്കതയും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എന്തായാലും മിത്തുകുട്ടി, അപ്പൊ എന്തായാലും ഇനി അടിപൊളിയായിട്ട് നമുക്ക് വരവിലും തിയേറ്ററിൽ കാണാം അല്ലേ? അടിപൊളിയാവില്ലേ വരവ്? അടിപൊളിയൊന്നും പറ, ക്യാമറ നോക്കി പറ. എന്ത് വരവ് അടിപൊളിയാവും പറ. അടിപൊളി. അപ്പൊ എന്തായാലും ഇത്രയും നേരം സംസാരിച്ചത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് ഇത്രയും കുട്ടികളുടെ ഒക്കെ ഓരോ കഴിവ് കാണുമ്പോൾ നമുക്ക് ഓരോ സിനിമകളും ഇപ്പൊ ബാലൻ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഈ കുട്ടികളുടെ ഒക്കെ ഇപ്പോഴുള്ള ആക്ടിങ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ എന്തായാലും ഈ നല്ല നല്ല കഥാപാത്രങ്ങള് മിത്രകുട്ടി വരട്ടെ ഞാൻ ആശംസിക്കാണ്. വളരെ നന്ദി.